അപ്പോൾ നല്ലൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീഫ് ഇച്ചിരി ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചിട്ട് ഉപ്പുമിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്മാഷ്ഡ് പൊട്ടാറ്റോ, ഒരു വലിയ സവാള കുനുകുന അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, മല്ലിയില. അപ്പോൾ സവാള ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക്, മല്ലിയില ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ഒരു എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കൂടുതലിട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് വേവിച്ചിട്ട് അരച്ചെടുക്കണം ആ ബീഫിനെ. അപ്പോൾ അത് അരച്ചൊന്ന് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മസാലയെല്ലാം എല്ലായിടത്തും ആക്കത്തക്കത്തിൽ മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നമുക്ക് സ്മാഷ് ചെയ്തിട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനെ ബോളുകളാക്കി ഉരുട്ടി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനത് എല്ലാം ഷേപ്പിൽ അത്യാവശ്യം ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടാം കേട്ടോ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ഇതിന് ഒരു മുട്ട മതി, അധികമായി അത് വേസ്റ്റായി പോകും. പിന്നെ മുട്ട എടുത്തു. മുട്ടയിൽ ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ട് മാറ്റി ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ മുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കയ്യിൽ മുട്ട മുക്കി മറ്റേ കൈ കൊണ്ട് പൊടിയിടുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയിലേക്ക് ആ മുട്ടയാണ് മിക്സായിട്ട് അത് ആകെ ഇതായിപ്പോവും. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം ഇത് ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത്. എയർ ഫ്രയറിൽ വെച്ചിട്ട് എണ്ണ ഇങ്ങനെ തടവി കൊടുത്തിട്ട് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 to 15 മിനിറ്റ്സ് ആണ് ഞാൻ വെച്ചത് കേട്ടോ, ഒരു സെറ്റ് വെച്ചത്. അങ്ങനെ 2 സെറ്റ് ഞാൻ അങ്ങനെ വെച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓവനിൽ വെക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പം 2 കോട്ട് ചെയ്യുവാണെങ്കിൽ പൊടിഞ്ഞു പോകത്തില്ല കട്ട്ലേറ്റ്. അപ്പം ആദ്യം ഒന്ന് എഗ്ഗിൽ മുക്കി, പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് മുക്കി, പിന്നെ വീണ്ടും ഒന്ന് എഗ്ഗിൽ മുക്കി, പിന്നെ ഒന്നും കൂടെ ബ്രെഡ് ക്രംസിലിടുക. അപ്പോൾ അങ്ങനെ 2 കോട്ട് ചെയ്താൽ പൊടിഞ്ഞു പോകാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരു ഭാഗം സെറ്റായി വന്നപ്പോൾ ഞാനൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് എണ്ണ തടവി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് എണ്ണ തടവി കൊടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഞാനിപ്പം ഓയിലിൽ റെഡിയാക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓയിലാകുമ്പം ഫുൾ ഓയിലിൽ മുങ്ങി നിൽക്കുവാണല്ലോ. അപ്പോൾ അത് ഓയിൽ കുടിച്ച് ഒന്നുകൂടെ ഒരു കുതിർന്ന് നല്ലൊരു ബ്രൗൺ കളറിൽ വരും. പക്ഷേ ഇത് കുഴപ്പം നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓയിലൊന്നും അധികം ആവശ്യമില്ല, കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റും വെച്ചിട്ടുണ്ട്. അപ്പം ബീഫ് കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പം പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് എയർ ഫ്രൈ വെച്ചുണ്ടാക്കാം, ഓവനിൽ വെച്ചുണ്ടാക്കാം, പിന്നെ നമ്മുടെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒരു എണ്ണയൊക്കെ ആയിട്ട് ഓയിലൊക്കെ അത്ര കുഴപ്പമില്ലെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എയർ ഫ്രൈ ആകുമ്പോൾ അധികം ഓയിലില്ല, ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുള്ളൂ മുകളിൽ. അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്, സൂപ്പർ. ബീഫ് വെച്ചോ ചിക്കൻ വെച്ചോ വെജിറ്റബിൾ കട്ട്ലേറ്റോ എങ്ങനെയാണല്ലോ ഉണ്ടാക്കാം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.